ഹലോ. അപ്പോൾ ഇന്ന് തട്ടുകട സ്റ്റൈലിൽ കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല മൊരിഞ്ഞിരിക്കണ കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇതിൽ നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം കേട്ടോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് വെന്താൽ മതി കേട്ടോ, കൂടുതൽ സമയം വേവിക്കരുത്. അപ്പോൾ കോളിഫ്ലവർ വേവ് കൂടിപ്പോവും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതാ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1/2 ടീസ്പൂണ് സോയാ സോസുമാണ് കേട്ടോ ചേർത്തിക്കണത്. ഇനി ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആട്ടോ എടുത്തിട്ടുള്ളത്, അത് ചേർത്താം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഫുഡ് കളർ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വേണ്ട, നമുക്ക് നിർബന്ധമില്ല, അത് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ, പറ്റി ലൂസും ആവരുത് ടൈറ്റ് ആവരുത്, അതേ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിലുള്ള എണ്ണ ഒരു ചട്ടിയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഓരോന്നായിട്ടാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുമിച്ചിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഒരുമിച്ചിട്ട് കൊടുത്താൽ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് കൂട്ടി പിടിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ ഇളക്കും ചെയ്യരുത്. അപ്പോൾ അതാ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊരിഞ്ഞ് നല്ല പാകമാവുന്ന സമയത്താട്ടോ നമ്മൾ കോരി മാറ്റുക. നല്ല മൊരിഞ്ഞ് കളറ് മാറണം. ഇതിലേക്ക് വേണ്ടവർക്ക് എന്താട്ടോ ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലൊക്കെ ഞാനിതിൽ ലാസ്റ്റാണ് ഇട്ടിട്ട് കോരിയെടുക്കണം കേട്ടോ. വേണ്ടവർക്ക് ഇപ്പം തന്നെ ഇട്ടിട്ടെടുക്കാം. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ വാർത്തെടുക്കാനുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതാ മൊരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും പാടെ ഇതിലിട്ടിട്ട് ഒന്നും പാടെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ അടുത്തതും ആയിട്ടുണ്ട്. അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റിലുള്ള തട്ടുകട സ്റ്റൈല് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്.